നിനക്ക് ഒരു കാർ വാങ്ങി തന്നപ്പോ അത് എവിടെയെങ്കിലും ഒന്ന് നിർത്തിയിടാൻ നിനക്ക് എന്താ ഇത്ര മടി? കാർ ഞാനത് നിർത്തിയിട്ട് അങ്ങോട്ട് പോകുന്നത്. ആദ്യമൊക്കെ എങ്ങനെയാ, പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോലും മടിയായിരിക്കും. ദേവകി, നീ ഇവന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല. കണ്ടില്ലേ ഇവന്റെ കോലം? അവനൊരു കുഴപ്പമില്ല. ആണായിട്ടും പെണ്ണായിട്ടും നമുക്കൊന്നേ ഉള്ളൂ. വേണമെങ്കിൽ സൂക്ഷിച്ചോളൂ. ഞാൻ വരട്ടെ മോനെ, നീ ചെന്ന് കുളിക്ക്. ശരി ഡ്രൈവർ, അമ്മ അമ്മേ, ഇപ്പൊ നല്ല സമയമായിരുന്നു. അമ്മയോടും അച്ഛനോടും എന്നെ സംബന്ധിക്കുന്ന ഒരു ചെറിയ കാര്യം പറയാനുണ്ടായിരുന്നു. വേണ്ട മോനെ, നിന്റെ അച്ഛനും അമ്മയും അറിയേണ്ടതൊക്കെ അറിഞ്ഞിരിക്കുന്നു. എങ്ങനെ? നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും നാട്ടുകാരിലൊക്കെ കാണുന്നില്ലേ? ഓഹോ, അപ്പോ എന്റെ ഭാരം തീർന്നു. അമ്മയ്ക്ക് ആളെ മനസ്സിലാവും? മനസ്സിലായി. ഇഷ്ടമായോ? നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരാളിന്റെ മകളെ തന്നെ വേണോ നിനക്ക് വിവാഹം കഴിക്കാൻ? നിന്റെ അച്ഛനത് സമ്മതിക്കുമെന്നാണോ നീ വിചാരിച്ചത്? അമ്മേ, രാധ പാവപ്പെട്ടവളാണെങ്കിലും നല്ലവളാണ് അമ്മേ. നല്ലതോ ചീത്തയോന്നൊന്നും ഇവിടെ ആരും ചോദിച്ചില്ല. അമ്മേ, നിങ്ങൾ കാര്യമായിട്ടാണോ ഈ പറയുന്നത്? വിവാഹ കാര്യത്തിൽ എന്റെ ഇഷ്ടം നിങ്ങൾ മാനിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ മോനെ ചില ഇഷ്ടങ്ങളൊക്കെ, അത് നീയും മാനിക്കണ്ടേ? അമ്മേ, എനിക്കിത് വിശ്വസിക്കാൻ വയ്യ. നിന്റെ അച്ഛന് നല്ല സുഖമില്ലെന്ന് നിനക്കറിയാമല്ലോ. എത്രയും വേഗം എല്ലാ ചുമതലയും നിന്നെ ഏൽപ്പിക്കണമെന്നാണ് അച്ഛന്. അതോടെ നിന്റെ വിവാഹവും നടത്തണമെന്നാണ്. അതിനെന്താ, രാധ എനിക്ക് വാങ്ങിച്ചു തന്നേക്കൂ. എന്റെ അമ്മ വിചാരിച്ചാൽ യാതൊരു കുഴപ്പവും കൂടാതെ നടക്കും. ഇല്ല മോനെ, നിന്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ വിവാഹം നടക്കില്ല. അമ്മേ, എന്ന് അച്ഛൻ പറഞ്ഞു? പറഞ്ഞു. രാധേ, രാധേ, എന്തു വേണം? രാധ 2 ദിവസമായി കോളേജിൽ വരുന്നില്ല. അവൾക്ക് നല്ല സുഖമില്ല. എന്താണ് അസുഖം? എന്തെങ്കിലും ആവട്ടെ. നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അത് കൊച്ചൻകുന്നിന്റെ അച്ഛനോട് പോയി ചോദിക്കണം. അച്ഛൻ വല്ലതും പറഞ്ഞു? പറയുകയല്ലായിരുന്നു, സാക്ഷ്യം നൽകുകയായിരുന്നു. ഈ വിവാഹം നടന്നാൽ ഈ കുടുംബത്തെ തെരുവിലിറക്കുമെന്നാണ് അച്ഛൻ പറഞ്ഞത്. അതുകൊണ്ട് കൊച്ചൻകുന്ന് അവളെ മറന്നേക്കും. ഈ വിവാഹം ഒരിക്കലും നടക്കുകയില്ല. രാധ ഒരിക്കലും ഒന്ന് കാണാൻ അനുവദിക്കൂ. വേണ്ട, ഇനി നിങ്ങളൊന്നും കാണുകയില്ല. ഞാൻ ഒരു നിമിഷം അവളൊന്ന് കണ്ടോ? സാധ്യമല്ല. ഞാൻ അവളെ സ്നേഹിക്കുന്നു, വിവാഹം കഴിക്കാൻ ഒരുക്കമാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് കാണാൻ സാധ്യമല്ലെന്ന്. ഞങ്ങൾ അവർക്ക് വേറെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞു. കൊച്ചൊന്ന് പോണം. എന്ത്? രാധേ, കാണാൻ സാധ്യമല്ല. രാധേ, ഞാനിപ്പോ പോകുന്നു. നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? എന്റെ പോലെ എന്ത് വേണം? എന്റെ അച്ഛൻ കോടീശ്വരനാണ്. എസ്റ്റേറ്റുകൾ, കമ്പനികൾ, കെട്ടിടങ്ങൾ, ഭൂമികൾ ഉണ്ട്. അപ്പോൾ എന്റെ മകൻ വന്ന് അവയുടെയെല്ലാം വിശദമായ കണക്കുകൾ ആവശ്യപ്പെടുകയാണോ? അല്ല, എന്റെ അച്ഛന്റെ ബിസിനസ്സുകളിൽ ഈ മകന്റെ ജീവിതം കൂടി ഉൾപ്പെടുത്തരുതെന്ന് പറയുക. അത് ശരി. അച്ഛൻ പരിഹസിക്കരുത്. മോനെ ചന്ദ്ര, നീ വാ. ദേവകി, അവൻ പറയട്ടെ. അച്ഛാ, ഈ പ്രായത്തിനിടയിൽ ഇതുവരെ അച്ഛനോട് ഞാൻ എതിർത്ത് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പോഴെന്ത് പറ്റി? ഈ കരകാണാത്ത സമ്പത്തിനിടയിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ എന്താണ് അച്ഛാ സംഭവിച്ചു പോകുന്നത്? ഇവിടെ അശുദ്ധമാകുമോ? അത് നശിച്ചു പോകുമോ? ചന്ദ്ര, അച്ഛന് വേണമെങ്കിൽ എന്നോട് ചോദിക്കാമായിരുന്നില്ലേ? എന്നെ താക്കീത് ചെയ്യാമായിരുന്നില്ലേ? എന്തിനാണ് മോനെ നീ ഇങ്ങനെ? അമ്മേ, രാധയുടെ അച്ഛനെ വിളിച്ച് ഈ അച്ഛൻ താക്കീത് ചെയ്തിരിക്കുന്നു. അയാൾ പാവമല്ലേ? ഞാൻ പണക്കാരനാണ്. എടാ, ഞാൻ ഇന്ന് തന്നെ ഈ നിമിഷം എനിക്ക് അവകാശപ്പെട്ടിട്ടുള്ള സർവ്വസ്വത്തുക്കൾ, എന്റെ സ്ഥാനമാനങ്ങളും നിന്റെ കാമുകിയുടെ അച്ഛന്റെ പേർക്കെടുക്കും. എന്നിട്ട് അവർ ഈ വീട്ടിൽ നിന്ന് താമസമാക്കുന്നു, കാറുകളിൽ യാത്ര ചെയ്യും. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇതുകൊണ്ടുമായില്ല. അയാളുടെ കീഴിൽ
ഒരു ചെറിയ ഉദ്യോഗം വഹിച്ചുകൊണ്ട് നാം മൂന്നുപേരും കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. ഇതൊക്കെ എന്റെ മകന് മനസ്സിലാകുന്നുണ്ട്. ഇല്ലെങ്കിൽ കേട്ടോളൂ, ഒരു ചെറ്റക്കുടലിലെ ചന്ദ്രൻ ഒരു കുടീശ്വരന്റെ മകളെ പ്രേമിക്കുന്നു. പ്രേമത്തിന്റെ മുമ്പിൽ പണവും പ്രതാപവും ഒന്നും പ്രശ്നമല്ല. ഓഹോ, ആ ന്യായം നിനക്ക് രണ്ടു ഭാഗത്തു നിന്നും പറയാം. പക്ഷേ മകളുടെ പ്രയോഗം എന്ന് പറയുമ്പോൾ അവളുടെ അച്ഛൻ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടുമോ, അതോ കാറയച്ച് നിന്നെ കൂട്ടിക്കൊണ്ടു ചെന്ന് മകളുടെ കഴുത്തിൽ താലി കെട്ടിക്കുമോ? ഈ ന്യായങ്ങൾ കൊണ്ടൊന്നും എന്നെ നിശബ്ദനാക്കാമെന്ന് അച്ഛൻ വ്യാമോഹിക്കണ്ട. എടാ, നിന്നെ ഞാൻ വളർത്തിയെടുത്തത് ഈ ഐശ്വര്യത്തിന്റെ തണലിലാണ്. നിന്റെ ഓരോ ചൂടുവയ്പ്പിലും അതിൻ്റെതായ ആർഭാടമുണ്ടായിരുന്നു. ഇനി അങ്ങോട്ടും, പ്രത്യേകിച്ച് നിന്റെ കല്യാണ കാര്യത്തിലും അത് ഉണ്ടാകണം എന്നുള്ളത് എന്റെ ആവശ്യമാണ്. അച്ഛാ, നിന്റെ കല്യാണം ഞാൻ നിശ്ചയിക്കും, ഞാൻ നടത്തും. പോ അച്ഛാ, പോരാൻ. അച്ഛാ, താലി കെട്ടേണ്ട കൈകൾ എന്റേതാണ്. അവയെ നിയന്ത്രിക്കാൻ എന്റെ മനസ്സിലല്ലാതെ അച്ഛന്റെ ആശയ്ക്ക് സാധ്യമല്ല. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ആത്മഹത്യ ചെയ്യാൻ വലിയ കാരണമൊന്നുമില്ല. ഈ കാരണമാണ് ഇവൻ ആത്മഹത്യ ചെയ്തത്. അയ്യോ, രാധേ, 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 രാധേ. അയ്യോ, അതോടുകൂടി എന്റെ മനസ്സ് തകർന്നു. എന്റെ അച്ഛന്റെ കോടിക്കണക്കായ സമ്പത്താണ് എനിക്കെന്റെ രാധയെ നഷ്ടപ്പെടുത്തിയത്. ആ സമ്പത്ത് മുഴുവൻ എന്റെ തലയിലിട്ടുകൊണ്ട് അടുത്ത മാസം എന്റെ അച്ഛനും മരിച്ചു. ആ ഭാരം എനിക്ക് താങ്ങാനാവുന്നില്ല. എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു വാങ്ങിക്കാൻ ആ പണം കൊണ്ട് കഴിയില്ല. ആത്മഹത്യ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഞാനിങ്ങനെ അലയുകയാണ്. അവസാനം ഇവിടെ എത്തിച്ചേർന്നു. നിന്നെ കാണാനിടയായി. എന്റെ മരിച്ചുപോയ രാധയെ ഞാൻ നിന്നിൽ കാണുന്നു. ഞാൻ ആ രാധയല്ല. എന്താ സാറേ ഇത്? ഏത്? ചോദിക്കാനും പറയാനും ഒന്നും ഇവിടെ ആളൊന്നും ഇല്ലെന്നാണോ സാറിന്റെ ഒക്കെ വിചാരം? മനസ്സിലായില്ല. അവർക്ക് സാറിന് ഇഷ്ടമില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ അവിടെ പുറകെ നടന്ന് എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? അങ്ങനെ പോകാൻ തരട്ടെ. മാറി നിൽക്കൂ. ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് പോണം മിസ്റ്റർ. അവളോട് ഞാൻ എന്റെ കഥ പറയുകയായിരുന്നു. എന്തിന്? അതെ, എന്തിനെ? അവളെ വിവാഹം കഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അവളെ വിവാഹം കഴിക്കാൻ ചോരയും നീരുള്ള ആമ്പിള്ളേരോടുണ്ട്. അതിന് തന്നെ പോലുള്ള ഇറക്കുമതികളൊന്നും മെനക്കെടണ്ട. മനസ്സിലായോ? തന്നെ മേലാതി പ്രദേശത്തും കണ്ടുപോയി. പോ. എന്തു പറയുന്നു? മറുപടി പറഞ്ഞിട്ട് വേണം പോകാൻ. എടാ, നോക്കി പേടിപ്പിക്കുന്നടാ.
നാണക്കുട്ട, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്റെ നെറ്റ് കലങ്ങിപ്പോയി. ഓ അമ്മേ. അയ്യോ, ഓ മുമ്പ് എന്നെ വിശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞല്ലോ, മറന്നുപോയോ? ശാവുന്നവൻ മുഴുവൻ അരക്കി കലക്കി കുടിച്ച് എന്നോടാണോ നീ ഇത് പറയുന്നത്? എന്നെ വിശ്വസിപ്പിക്കും. പിരിയുന്നതിന് മുമ്പ് ദുഷ്യന്തൻ എന്ത് ചെയ്തു? ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്തു. അയ്യോ എന്റെ ദൈവമേ, ഈ പെണ്ണിനൊരു നല്ല ബുദ്ധി കൊടുക്കണേ. പിന്നെ എന്ത് ചെയ്തു? പിരിയുന്നതിന് മുമ്പ് ദുഷ്യന്തൻ ശകുന്തളയെ ഇങ്ങനെ മാറോടച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട ശകുന്തളെ, ഞാൻ എന്റെ ആത്മാവ് നിന്നെ ഏൽപ്പിച്ചിട്ട് പോകുക. നിന്നെ പിരിയുമ്പോൾ മരണത്തിന്റെ മണം ഞാൻ അനുഭവിക്കും. ആ മണം നല്ലതാണോ? അയ്യോ, വേദനിപ്പിക്കുന്ന മണം. ഞാൻ കൊട്ടാരത്തിൽ ചെന്നാവണ്ണെ എന്റെ ആളുകളെ നിന്റെ ആശ്രമത്തിലേക്ക് അയച്ചു. ആ സ്വർണ്ണപ്പല്ലക്കിൽ നീ കയറി വരുന്ന ആ വരവും കാത്ത് ഞാൻ അങ്ങനെ നിൽക്കും. പറയും ഹരിപുത്രം പറയും. എന്നോടാണോ? ഹരിപുത്രം പറയും, കേൾക്കട്ടെ. ആര്യപുത്ര. ഈ വിരഹവേദന അതും പറയണോ? ഈ വിരയവേദന. വിരഹവേദന. ഹരി ഹരൻ. വിരഹവേദന. വിരഹവേദന. അത് തന്നെ. അധിക നാൾ എനിക്ക് നൽകരുത്. അത് തന്നെ, അധിക നാൾ എനിക്ക് നൽക. നിന്നെ വിരഹം പഠിപ്പിക്കുന്നതിനേക്കാൾ എന്താ ഈ മോതിരം നിന്റെ വിരലിലേക്ക് അണിഞ്ഞാം. ഇത് സ്വർണ്ണമാണോ? നല്ല ചോദ്യം. സാക്ഷാൽ ദുഷ്യന്ത മഹാരാജ രാജാവായിരുന്നു, ഞാൻ വെറും ഡ്രൈവറാണ്. ആ വ്യത്യാസം മോതിരത്തിലും കാണും. എനിക്കിത് പാകമല്ല. സാക്ഷാൽ ശകുന്തളയുടെ കയ്യിലും അത് പാകമല്ലായിരുന്നു. അതുകൊണ്ടല്ലേ ഊരി താഴെ വീണത്. ഓക്കെ, ഇപ്പൊ നിനക്ക് വിശ്വാസം